ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സീറ്റിൽ 11 വാർഡുകളിൽ കോൺഗ്രസും 9 വാർഡുകളിൽ മുസ്ലിം ലീഗും മത്സരിക്കും. സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് NA കരീം ഉദ്ഘാടനം ചെയ്തു. കേരളം ഭരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്നും ജനവിരുദ്ധ സർക്കാരാണെന്നും NA കരീം പറഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ പോരാട്ടമാണ് നടക്കാനിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDF കൂടുതൽ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും വലിയ ജനകീയ പങ്കാളിത്തമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെന്നും നേതാക്കൾ പറഞ്ഞു. ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുമ്പോൾ ചോക്കാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞാൻ ആദ്യമായിട്ടല്ല, പല കൺവെൻഷനിലും വരാനും നിങ്ങളോട് സംസാരിക്കാനും അവസരം ഉണ്ടായിട്ടുള്ള എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. പക്ഷെ ഇത്രമാത്രം ജനപങ്കാളിത്തത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് കടന്നു വന്നിട്ടുള്ളത് നിങ്ങളുടെ മുൻപാകെ ഒരു രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കാലികമായ സാഹചര്യത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയും കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ തിരിച്ചുവരവിന്റെ മുന്നോടിയായി നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ശക്തമായ പ്രഹരം കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ സർവമാന പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്കുകളും ജില്ലകളും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം നീങ്ങുന്നത്. അങ്ങനെ വരാനുണ്ടായ ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ജനാധിപത്യ പ്രക്രിയയിൽ വളരെ അടിവരയിട്ട് പറയുന്നത് 5 വർഷം കഴിയുമ്പോൾ അധികാരിയെ വിലയിരുത്താനുള്ള അവകാശം ജനങ്ങൾക്ക് നൽകുന്നു എന്നാണ്. അത് മേലെ തലം തൊട്ട് താഴെ തലം വരെയുള്ള ഭരണാധികാരികളെ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ്. അത് മികവിനാണെങ്കിൽ മികവിന് അനുകൂലമായി വോട്ട് ചെയ്യും, ജനവിരുദ്ധതയാണെങ്കിൽ ആ വിരുദ്ധതയ്ക്കെതിരായി ജനങ്ങളുടെ വോട്ടുണ്ടാവും. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങൾക്ക് പ്രാപ്യമല്ല എന്നും ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രംഗത്ത് അവർ പരാജയമാണ് എന്നും കോൺഗ്രസോ മുസ്ലിം ലീഗോ കേരള കോൺഗ്രസോ പറയേണ്ടതില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള പാർട്ടിയുടെ നേതാക്കന്മാർ പോലും ശ്രീ സുധാകരനെ അടക്കമുള്ള ആളുകൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇതൊരു ഇടതുപക്ഷ ശൈലിയുമല്ല. നമ്മളും ആവർത്തിക്കുന്നു, ഇതൊരു ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല. ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് മാത്രമല്ല, ഇത് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള വാചകങ്ങളെ പരിപൂർണമായി നഗ്നമായി ലംഘിക്കുന്ന ജനാധിപത്യ വിരുദ്ധരുടെ സർക്കാരാണ്. 1-ാം വാർഡായ പന്നിക്കോട്ടുമുണ്ടയിൽ CH ഷാജി, 2 ആനക്കല്ല് ബുഷ്ര ഫലിൽ, പെടേന്താൾ ആനിക്കോട്ടിൽ ഉണ്ണികൃഷ്ണൻ, ചോക്കാട് സബിത സമീർ, ഒറവംകുന്ന് ജോയ്സി കുര്യാക്കോസ്, പരുതങ്കാട് VP ഹസ്കർ, കല്ലാമുല KM സമീർ, ശ്രാമ്പിക്കൽ T രാമൻ, പുല്ലങ്കോട് ശാന്ത K ഗോപാലൻ, പെടവച്ചപ്പാറ സീനത്ത് റിയാസ് കുമ്മാളി, പാറമ്മൽ റൈഹാനത്ത് കൂനൂർക്കാടൻ, ഉദ്രംപോയിൽ MA ഹമീദ്, വലിയപറമ്പ് നസീർ മൂക്കുമ്മൽ, വെള്ളപ്പൊയിൽ മാട്ടായി അബ്ദുറഹിമാൻ, മാളിയക്കൽ PK ഷിഹ്നബാനു, കൂരിപ്പോയിൽ മാഞ്ചേരി അബ്ദുസലാം, മഞ്ഞപ്പെട്ടി കുന്നക്കാട്ടിൽ മിനി, മമ്പാട്ടുമുല സലാം മമ്പാട്ടുമുല, മാടമ്പം ജുമൈല കുമ്മാളി, പാറൽ റഹൂഫ അബ്ദുൽ അസീസ് എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ബ്ലോക്ക് പഞ്ചായത്തിലെ മാളിയക്കൽ ഡിവിഷനിൽ കരുവാടൻ അബ്ദുൽ ഹമീദും പുല്ലങ്കോട് ഡിവിഷനിൽ P ഷിജിമോളും പൂക്കോട്ടുംപാടം ഡിവിഷനിൽ മറ്റത്തൂർ റഫീഖയുമാണ് UDF സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ചോക്കാടങ്ങാടിയിൽ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.